സിഗരറ്റ് നൽകാൻ വൈകിയതിന് കടയിലെ ജീവനക്കാരനടക്കമുള്ളവർക്ക് 3-അംഗ സംഘത്തിന്റെ മർദ്ദനമേറ്റത് ഇന്നലെയാണ്. ജീവനക്കാരുടെയും കടയുടമയുടെയും പരാതിയിൽ കടവന്ത്ര പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുമുണ്ട്. തർക്കത്തിന്റെയും ആക്രമണത്തിന്റെയും ദൃശ്യങ്ങളടക്കം പുറത്തുവന്ന ഈ കേസിൽ ഗുണ്ടാസംഘത്തെ തിരയുകയാണ് പോലീസ്. സമീപകാലത്തായി കൊച്ചിയിൽ മാത്രം നിരവധി സമാന സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. കഴിഞ്ഞ ദിവസം കൊച്ചി വൈറ്റ്ലയിലെ ഒരു കടയിൽ ഉണ്ടായിട്ടുള്ള ആക്രമണത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. ക്രൂരമായിട്ടുള്ള മർദ്ദനമാണ്. സംഭവത്തിൽ കടവന്ത്ര പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പോലീസ് സംഘം വ്യക്തമാക്കുന്നത് ഈ കടയിൽ 3 പേരെത്തി സിഗരറ്റ് ആവശ്യപ്പെടുകയാണ്. സിഗരറ്റ് ആവശ്യപ്പെടുമ്പോൾ അത് എടുത്തു കൊടുക്കാൻ അല്പം വൈകി. ഈ വൈകിയതിന്റെ പേരിലാണ് ഈ സംഘം വന്ന 3 പേരടങ്ങുന്ന സംഘം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ആദ്യം തർക്കമാകുന്നു, അതിനുശേഷം ചീത്ത വിളിക്കുന്നു, തുടർന്ന് 2 ജീവനക്കാരെ മർദ്ദിക്കുന്നുണ്ട്. അങ്ങനെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ച ശേഷം ഇവർ അവിടെ നിന്ന് മടങ്ങുകയാണ്. തുടർന്നവർ വീണ്ടും വരികയാണ്. ഈ 3-അംഗ സംഘം വീണ്ടും വരുമ്പോൾ അവിടെ കട ഉടമയും കൂടി ഉണ്ടായിരുന്നു. ആ ഉടമയ്ക്കും അതോടൊപ്പം തന്നെ 2 ജീവനക്കാർക്കും മർദ്ദനമേൽക്കുകയാണ്. പാലക്കാട്, കണ്ണൂർ സ്വദേശികളായിട്ടുള്ള ജീവനക്കാരാണ് എന്നതാണ് വ്യക്തമാകുന്നത്. എന്തായാലും ഈ ഉടമയ്ക്കടക്കം മർദ്ദനമേറ്റു, ജീവനക്കാർക്കും മർദ്ദനമേറ്റു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ പരാതിയുമായി കടവന്ത്ര പോലീസ് സ്റ്റേഷനിലെത്തുന്നത്. തുടർന്ന് FIR രജിസ്റ്റർ ചെയ്ത് ഇപ്പോൾ പോലീസ് ഇവർക്ക് വേണ്ടിയിട്ടുള്ള വ്യാപകമായിട്ടുള്ള തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ 3-അംഗ സംഘത്തിന് ക്രിമിനൽ പശ്ചാത്തലമുണ്ട് എന്ന സൂചനകൾ ഉൾപ്പെടെ പോലീസിന് മുന്നിലേക്ക് വന്നിട്ടുണ്ട്. ഈ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസ് ഇപ്പോൾ വ്യാപകമായിട്ടുള്ള തെരച്ചിൽ നടത്തുന്നത്. ഈ അടുത്ത കാലത്തായി കട ഉടമകൾക്കും മറ്റുമൊക്കെ നേരെ ഇത്തരത്തിലുള്ള മർദ്ദനവും ആക്രമണവും ഒക്കെ ഏറി വരുന്നു എന്നതാണ് വ്യക്തമാകുന്ന ഒരു കാര്യം. ഒന്ന് പറഞ്ഞാൽ 2 അടി എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട്. അത് വലിയ തോതിലുള്ള സുരക്ഷാ പ്രശ്നം ഈ കട ഉടമകളും ജീവനക്കാരും ഒക്കെ നേരിടുന്നു എന്നതാണ് ഇപ്പോൾ വ്യാപാരി വ്യവസായി ഏകോപന സമിതി അടക്കം ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. ഈ അടുത്തിടെ തൃക്കാക്കരയിൽ ഒരു സംഭവം ഉണ്ടായിരുന്നു. തൃക്കാക്കരയിൽ അവിടെ 3 പേരെത്തി ഭക്ഷണം കഴിച്ച ശേഷം പണം കൊടുക്കാതെ പോകുന്നത് പതിവായിരുന്നു. അപ്പോൾ ഉടമ ഒരു ഘട്ടത്തിൽ ഇങ്ങനെ പണം കൊടുക്കാതെ പോകുന്നത് ചോദ്യം ചെയ്തപ്പോൾ ഉടമയ്ക്കും ജീവനക്കാരനും നേരെ മർദ്ദനം അഴിച്ചുവിടുകയാണ് ഉണ്ടായത്. തൃക്കാക്കര പോലീസ് അന്ന് കേസെടുത്തിരുന്നു. 3 പേരെ, ആസാദ്, ശ്രീശാന്ത്, മുഹമ്മദ് എന്നീ 3 പേരെ അന്ന് അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ഉണ്ടായി. ഏതായാലും ഇപ്പോൾ ഈ വൈറ്റ്ല സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ സംഭവത്തിൽ പോലീസ് വ്യാപകമായിട്ടുള്ള തെരച്ചിൽ നടത്തുകയാണ്. പ്രതികളെ ഉടൻ പിടികൂടാൻ കഴിയുമെന്ന കാര്യമാണ് ഇപ്പോൾ കടവന്ത്ര പോലീസ് വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ ശരത് തമ്പാട്ടുകാവിനൊപ്പം എസ് രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.